ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് ഇരുമ്പമ്പുളിക്കറിയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചട്ടി എടുത്തിട്ടുണ്ട്. ആ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിടുന്നത്. നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം, പക്ഷേ വെളിച്ചെണ്ണയാണ് ഇതിന് ടേസ്റ്റ് കൂട്ടുന്നത്. ആ വെളിച്ചെണ്ണ ചൂടായപ്പോൾ കുറച്ച് കറിവേപ്പിലയാണ് ഇട്ടേക്കണേ. ആ കറിവേപ്പില ഒന്ന് പൊട്ടണം. ആ കറിവേപ്പില ഒന്ന് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞതിട്ട് കൊടുക്കാം. ചുവന്നുള്ളി ഇല്ലാത്തവർക്ക് സവോള ഇട്ടാലും മതി ഇട്ടാൽ ഞാൻ ചുവന്നുള്ളിയാണ് ഇട്ടേക്കുന്നത്. പിന്നെ കുറച്ച് പച്ചമുളക് ഇട്ടിട്ടുണ്ട്, 3-4 എണ്ണം. അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് എരിവിന് വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അവരവരുടെ എരിവനുസരിച്ച് മുളക് പൊടി ഇടാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ഇടണം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ഇട്ടേക്കണേ. എന്നിട്ട് ഈ പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് വരണം. മൂക്കാണ്ട് ഇരുന്നുണ്ടെങ്കിൽ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അത് കാരണം നന്നായിട്ട് മൂത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇരുമ്പമ്പുള്ളി വട്ടത്തിൽ അരിഞ്ഞ് വെച്ച് ഇട്ട് കൊടുക്കാം. ഞാൻ വട്ടത്തിൽ അരിഞ്ഞ് വെച്ചതാണ് ഇരുമ്പമ്പുള്ളി, അതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലേ? എന്നിട്ട് ആ ഇരുമ്പമ്പുള്ളി ഇതിലിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി ഒന്ന് മിക്സാക്കി എടുക്കുക. ഉണ്ട്, അപ്പോൾ എല്ലായിടത്തും ഒന്ന് നന്നായിട്ട് മിക്സ് ആവണം. മല്ലിയും മുളകും ഒക്കെ ഇതിൽ മിക്സായി വന്നാലാണ് കറിക്ക് ടേസ്റ്റ് കൂടുതൽ കിട്ടുള്ളൂ. അല്ലെങ്കിൽ കൈ കൊണ്ട് തിരുമ്പണം. ഇപ്പം ഞാൻ കയ്യിൽ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കാണ്. ഇനി നമുക്ക് തേങ്ങാപ്പാലിൻ്റെ 2ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പാകത്തിന് 2ാം പാല് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിൽ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. വളരെ സിമ്പിളാണ് കേട്ടോ കറി. തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇരുമ്പമ്പുളി വെന്തോന്ന് നോക്കണം. കൈ കൊണ്ട് തൊട്ട് നോക്കി അറിയാം വെന്തുണ്ടോന്ന്. ഇപ്പോൾ ഇരുമ്പമ്പുളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടില്ലേ? ഇരുമ്പുള്ളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചട്ടി ഓഫ് ചെയ്തിട്ട് തനിപ്പാൽ ഒഴിച്ചു കൊടുക്കുക. ഇപ്പം ഞാൻ ചട്ടി ഓഫ് ചെയ്തിട്ടാണ് തനിപ്പാൽ ഒഴിച്ചു കൊടുത്തേക്കണേ. അല്ലെങ്കിൽ പിരിഞ്ഞോണം ഇരിക്കും. അത് കാരണമാണ് ചട്ടി ഓഫ് ചെയ്തിട്ട് തനിപ്പാൽ ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം നമ്മൾ ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ തനിപ്പാലായതുകൊണ്ട് പിരിയാൻ ചാൻസ് കൂടുതലാണ്. അത് കാരണമാണ് ഞാൻ ഇങ്ങനെ ഒരു 5 മിനിറ്റ് നേരം ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇത് നമുക്കൊന്ന് താളിക്കണം. താളിക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി വയ്ക്കുക. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കുറച്ച് കടുക് പൊട്ടാൻ ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടണം. കടുക് ഒരുവിധം നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി 2 വറ്റൽമുളക് ഒന്ന് ഇട്ട് കൊടുക്കാം നമുക്കതിലേക്ക്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഇരുമ്പമ്പുളി കറിയിലേക്ക് ഇത് മൂത്ത് കഴിയുമ്പോൾ ഇട്ട് കൊടുക്കണം. നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അതാണ് ഞാൻ പറയാനുള്ളത്. കണ്ടാ നമ്മൾ ഇരുമ്പമ്പുളി കറിയിലേക്ക് താളിച്ച് ഇട്ട് കൊടുത്തു. ഇത് 2 ദിവസമൊക്കെ ഇരിക്കും കേട്ടോ, ഒരു കുഴപ്പമില്ലാണ്ട്. നമ്മൾ മാങ്ങക്കറിയൊക്കെ വയ്ക്കില്ലേ, അതേ ടേസ്റ്റ് തന്നെയാണ്. നല്ലതാണ്. ഇരുമ്പുളി എല്ലാവർക്കും നല്ലതാണ് ആരോഗ്യത്തിന്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇരുമ്പുളി കറി ഉണ്ടാക്കി നോക്കണേ.